ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഈ ഒരു നേട്ടത്തിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, ഇന്നത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് IT സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തമായിട്ടുള്ള ഒരു ബൈയിങ് തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. IT സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു സെക്ടർ തന്നെ ഇപ്പോൾ ഒരു സ്ട്രെങ്ത് കാഴ്ചവെക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇന്നലത്തെയൊക്കെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു വീക്ക്നെസ് രേഖപ്പെടുത്തിയിരിക്കുന്ന IT ഇന്നിപ്പോൾ ഒരു ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് തന്നെ ഉണ്ടാകുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള കാരണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ US ട്രേഡ് ഡീലിനെ സംബന്ധിച്ചിടത്തോളം നിലവിലിപ്പോൾ കൊമേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള പീയൂഷ് ഗോയലിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ തന്നെ മികച്ച രീതിയിൽ ഒരു പ്രോഗ്രസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല മികച്ച രീതിയിലുള്ള ഗുഡ് ന്യൂസുകളും തന്നെയാണ് നിലവിലിപ്പോൾ ഈ ഒരു IT സൂചികയ്ക്കും ഒരു കരുത്ത് പകർന്നിരിക്കുന്നത്. നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ മാക്രോ എക്കണോമിക് രംഗം പരിശോധിക്കുകയാണെങ്കിലും ഈ ഒരു ഇന്ത്യ US ട്രേഡ് ഡീലിന് ശേഷം വളരെ സ്മൂത്ത് ആവുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നൊക്കെയുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നിലവിലിപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ IT കമ്പനികളിലും ഇന്ത്യൻ വിപണിയിലും ഇൻ ജനറൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെൻഡ് കൂടെ തുറന്നിട്ടിരിക്കുന്നു. അതായത് മുൻപ് പരിശോധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ഉയർന്ന താരിഫ് ഇന്ത്യക്ക് മുകളിൽ നിലനിൽക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി നേരിടുമായിരുന്നു. നിലവിലിപ്പോൾ ഈ ഒരു ട്രേഡ് ഡീലിലൂടെ ആ ഒരു ഉയർന്ന താരിഫ് കുറയും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ നിലവിലിപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെയും നിലവിലിപ്പോൾ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നു എന്നൊരു വ്യൂ ആണ് ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.